നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി വി.ഡി. സതീശൻ സർക്കാർ ഒരു വിവാദത്തിൽ ഏർപ്പെട്ടത് വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി നിരക്കുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് നിർദ്ദേശത്തെക്കുറിച്ചാണ്. വീര്യം കുറഞ്ഞ മദ്യം എന്ന ഒരു കാറ്റഗറി സംസ്ഥാനത്ത് ഉണ്ടാക്കുമെന്നും ഇതുവരെ കേരളത്തിൽ വിറ്റഴിച്ചിട്ടില്ലാത്ത അത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യം ഈ കേരളത്തിലെ മദ്യവിപണിയിൽ പ്രോത്സാഹിപ്പിക്കാനായി നികുതി ഇളവ് ഉണ്ടാകുമെന്നും ബഡ്ജറ്റിൽ നിർദ്ദേശമുണ്ടായിരുന്നു. അതോടുകൂടിയാണ് പ്രതിപക്ഷമടക്കമുള്ളവർ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തെ മദ്യപ്പുഴയാക്കി മാറ്റാനാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം വി.ഡി. സതീശൻ സർക്കാർ നടത്തുന്നത് എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അതായത് വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് നികുതി ഇളവോടുകൂടി വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള അനുമതി ബക്കാഡി എന്ന മദ്യ കമ്പനിയുടെ സമ്മർദ്ദം കാരണമാണ് നൽകിയതെന്നും ബക്കാഡിയിൽ നിന്ന് എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയെന്നുമായിരുന്നു അന്ന് LDF മുന്നോട്ട് വന്നത്, LDF സർക്കാരിനെ വിമർശിച്ച് മുന്നോട്ട് വന്നത്. എന്നാൽ ഇത് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ ഒരു നയപരിപാടി അല്ലെന്നും 2017 മുതൽ LDF സർക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഏതാണ്ട് തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളതുമായ ഒരു പദ്ധതിയാണ് ഇത് എന്നും പിന്നീട് ഓരോ ദിവസം കഴിയും തോറും പുറത്തേക്ക് വന്നു. ഈ പറയുന്ന ബക്കാഡിയുടെ കത്ത് കിട്ടിയത് M.V. ഗോവിന്ദനാണ്. പിന്നീട് M.B. രാജേഷിൻ്റെ കാലത്തും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും ചട്ടങ്ങളിലുമൊക്കെ ഭേദഗതികൾ വരുത്തി. അങ്ങനെ ഈ ഒരു പ്രപ്പോസൽ നിയമപരമായ മാർഗങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ബഡ്ജറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു കാര്യം വന്നതോടുകൂടി കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് LDF രംഗത്തെത്തി. കോൺഗ്രസിനകത്തെ മദ്യവിരുദ്ധന്മാരും വി.ഡി. സർക്കാരിനെതിരെ രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. KC വേണുഗോപാൽ ആദ്യം ഒരു വിമർശനം ഉന്നയിച്ചു. ആ വിമർശനത്തിൽ ഇത്തരം കാര്യങ്ങൾ UDF-ലും കോൺഗ്രസിലും ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞത്. VM സുധീരൻ കൃത്യമായി തന്നെ ധനബില്ലിൽ ഇതൊരു ഉൾപ്പെടുത്തരുത്, ഈ നികുതി നിർദ്ദേശം ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് പരസ്യമായി രംഗത്തുണ്ട്. VM സുധീരൻ പേര് കേട്ട ഒരു മദ്യവിരുദ്ധ നേതാവാണ് എന്ന് നമുക്കറിയാം. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സ്വന്തം സർക്കാരിനെ എത്രമാത്രം പ്രതിക്കൂട്ടിലാക്കിയ ഈ VM സുധീരൻ്റെ നയം എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനെ അദ്ദേഹം പരസ്യമായി വിമർശിച്ചപ്പോൾ VM സുധീരനെതിരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നതാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസ് ഹാൻഡിലുകളാണ് പ്രധാനമായും VM സുധീരനെ ആക്രമിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിനെ അസ്ഥിരപ്പെടുത്തിയതുപോലെ വി.ഡി. സതീശൻ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ നോക്കണ്ട എന്ന രീതിയിലുള്ള ആവശ്യമാണ് കോൺഗ്രസിനകത്ത് തന്നെ വലിയ കലാപം ഈ പറയുന്ന VM സുധീരനെതിരെ ഉണ്ടായത്. എന്തായാലും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം, സ്പീക്കറിന് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല, എങ്കിലും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം ഈ പറയുന്ന നികുതി നിർദ്ദേശത്തിനെതിരാണ് എന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്നും ഇത് LDF സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ നടന്നു വരുന്നതാണെന്നും വീര്യം കുറഞ്ഞ മദ്യം മദ്യവിപണിയിൽ വിൽക്കുന്നത് കൊണ്ട് തന്നെ യാതൊരു പ്രശ്നവുമില്ല എന്നും ഇത് ജനങ്ങളുടെ ഒരു മദ്യാസക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ പടിയാണ് എന്നുമൊക്കെയുള്ള അഭിപ്രായമുള്ളവരും കേരളത്തിലുണ്ട്. എന്തായാലും മന്ത്രി K. മുരളീധരൻ അടക്കമുള്ളവർ ഈ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുന്നത് മദ്യ ഉപഭോഗത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ അളവ് കൂട്ടുകയും വീര്യം കൂടിയ മദ്യത്തിൻ്റെ അളവ് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹവും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും എതിർപ്പുകൾ നാനാഭാഗത്തു നിന്നുമുണ്ട്. രാഷ്ട്രീയ എതിർപ്പുകൾക്കപ്പുറം സമസ്ത എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. സമസ്ത മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മാതൃസംഘടന എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. മുസ്ലിം ലീഗിൻ്റെ തിങ്ക് ടാങ്കാണ് ഈ പറയുന്ന സമസ്ത എന്ന് പറഞ്ഞാൽ. സമസ്ത എതിർപ്പ് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗ് എതിർപ്പ് പറയുന്നത് പോലെ തന്നെയാണ്. UDF-ന് അത് തള്ളിക്കളയാൻ കഴിയില്ല. ഇനി ക്രൈസ്തവ സഭകളും ശക്തമായ എതിർപ്പുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പല ക്രൈസ്തവ സഭകളും ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആവശ്യങ്ങളും വി.ഡി. സതീശൻ സർക്കാരിന് ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു നിർദ്ദേശവുമായി, നികുതി നിർദ്ദേശവുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുന്നോട്ട് തന്നെ പോവുകയാണ് എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മതസംഘടനകളെ അനുനയിപ്പിക്കാനുള്ള നീക്കം വി.ഡി. സതീശൻ നടത്തി കഴിഞ്ഞിരിക്കുന്നു. സമസ്തയടക്കമുള്ള സംഘടനകളുടെ മതനേതാക്കന്മാരുമായി വി.ഡി. സതീശൻ്റെ പ്രത്യേക ദൂതന്മാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ 1-ാം തീയതി ധനബില്ല് എത്തുമ്പോൾ ഈ ഒരു നികുതി നിർദ്ദേശം ധനബില്ലിൽ ഉണ്ടാകും. പൊന്നാനി MLA KP നൌഷാദാണ് ഈ മതസംഘടനകളുമായി ചർച്ച ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ എടുത്തിരിക്കുന്നത്. സമസ്തയുമായി
സർക്കാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഈ മതസംഘടനകൾക്ക് ബോധ്യം വരുന്ന രീതിയിലുള്ള ഒരു വിശദീകരണം സർക്കാർ നൽകി എന്നാണ് സൂചന. UDF-ൽ ചർച്ച ചെയ്തതിന് ശേഷമേ ഇക്കാര്യം പ്രാവർത്തികമാക്കൂ എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞിരുന്നു. UDF-ൽ അത്തരത്തിലുള്ള ചർച്ചകൾ സർക്കാരിന് അനുകൂലമാക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ VD സതീശൻ സർക്കാർ നടത്തുകയാണ്. മതസംഘടനകളെ ഒപ്പം നിർത്തി കഴിഞ്ഞിരിക്കുന്നു. UDF-ന്റെ പിന്തുണ അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ പിന്തുണ ഇതെല്ലാം തന്നെ ഉറപ്പാക്കാനുള്ള നീക്കങ്ങളും VD സതീശൻ സർക്കാർ നടപ്പാക്കുന്നുണ്ട്. എന്തായാലും പുതിയ നികുതി നിർദ്ദേശം എന്ന നീക്കവുമായി VD സതീശൻ മുന്നോട്ട് തന്നെ എന്ന ഒരു സൂചനയാണ് ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. കൃത്യമായുള്ള ഓപ്പറേഷൻ എവിടെയൊക്കെ നടത്തണം എന്ന് സതീശൻ അറിയാം. അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞിരിക്കുന്നു. മതസംഘടനകൾ സർക്കാരുമായി സമവായത്തിൽ എത്തിയിരിക്കുന്നു. ബഹുഭൂരിപക്ഷം മതസംഘടനകളും അതിൽ സമസ്തയടക്കമുള്ള മതസംഘടനകൾ എത്തിയിരിക്കുന്നു. മുസ്ലിം ലീഗിന് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇക്കാര്യങ്ങളടക്കം UDF-ൽ ചർച്ച ചെയ്യേണ്ടതാണ്. UDF-ൽ ചർച്ച ചെയ്യാൻ വൈകുന്നത് കാരണം മുസ്ലിം ലീഗിന് ചില അസ്വാരസ്യങ്ങളുണ്ട്. സമസ്തയെ കണ്ടതോടുകൂടി മുസ്ലിം ലീഗിൻ്റെ അസ്വാരസ്യങ്ങൾ അവസാനിക്കുമെന്നാണ് സൂചന. അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിപണനവുമായി സർക്കാർ മുന്നോട്ട് പോകും. അതിൻ്റെ അനുമതിയുമായി സർക്കാർ മുന്നോട്ട് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും ആദ്യ ദിവസങ്ങളിൽ തന്നെ VD സതീശൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാമെന്നും ഈ പറയുന്ന രേഖകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഈ മദ്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് VD സതീശൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാമെന്നും ഈ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയിക്കാമെന്നുമൊക്കെയാണ് LDF ധരിച്ചത്. പക്ഷേ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് VD സതീശൻ. മതസംഘടനകളെ അടക്കം അനുനയിപ്പിച്ച് നിയമനിർമ്മാണത്തിന് അനുകൂലമാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടും.